ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കേക്ക് മേക്കിംഗ് വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു എഗ്ലെസ് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പം നോൺ വെജ് ഒന്നും കഴിക്കാത്ത കാരണം ഇപ്പോൾ പുള്ളിക്കാരനും കൂടെ കഴിക്കാൻ കണക്കാക്കി അത് കാരണമാണ് ഞാൻ ഒരു എഗ്ലെസ് കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ 3 പ്രാവശ്യം അരിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ. അതിൻ്റെ കൂടെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള 1 കപ്പ് തൈര്. നമ്മളിന്നിവിടെ യൂസ് ചെയ്യുന്നത് ഒട്ടും പുളിയില്ലാത്ത എന്നാൽ ഭയങ്കര ലൂസ് അല്ലാത്ത ഇച്ചിരി കട്ടിയുള്ള തൈരാണ്. നമ്മളിപ്പോൾ എടുത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ആ മിക്സിൻ്റെ കൂടെ നമ്മൾ 1 ടീസ്പൂൺ വിനീഗർ ഒഴിക്കുക. അതിനുശേഷം അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ആ തൈരിൻ്റെ കട്ടയെല്ലാം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. നമ്മൾ ഈ തൈര് എല്ലാത്തിൻ്റെയും മിക്സിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്യും തോറും മിക്സ്ചർ നല്ല തിക്കായിട്ട് വരും, നല്ല കട്ടിയായിട്ട് വരും. അപ്പോഴത്തേക്കും അത് ഇത്തിരി ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നിവിടെ ഒരു 1/2 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പ് പാൽ ഒരുമിച്ച് അങ്ങ് ഒഴിക്കണ്ട. ഇത് കട്ടിയാവും തോറും നമ്മൾ കുറച്ചായിട്ട് അതിനെ ലൂസാക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ പാൽ കുറച്ച് ഒഴിക്കുക, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുക, മിക്സ് ചെയ്യുക. കട്ടിയാവും തോറും പാലൊഴിക്കുക, മിക്സ് ചെയ്യുക. ഈ പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓവൻ ഒരു 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് നമ്മളുടെ കേക്ക് ടിന്ന് നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ഈ മിക്സ്ചർ അതിനകത്തോട്ട് ഒഴിക്കുക. ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്നത് 7 ഇഞ്ചിൻ്റെ ടിന്നാണ്. അതിൽ ഗ്രീസ് ചെയ്ത് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചേക്കാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ കേക്കിൻ്റെ മിക്സ് നേരത്തെ പറഞ്ഞ പോലെ 180 ഡിഗ്രിയിൽ 40 മിനിറ്റ്സാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. കൺവെക്ഷൻ മോഡിലാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പുറത്തെടുത്തു. ഇത് ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നന്നായിട്ട് കുക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് കുത്തി നോക്കുകയാണ്. അപ്പോൾ സംഭവം സ്റ്റിക്കിൽ അതിൻ്റെ ഇതൊന്നുമില്ല. അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും കുക്കായിട്ടുണ്ട്. അങ്ങനെ കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കുക്കായതിന് ശേഷം നമ്മൾ അതായത് കൂളായതിന് ശേഷം നമ്മൾ ടിന്നിൽ നിന്ന് കേക്ക് മാറ്റി വയ്ക്കുക, കുറച്ച് നേരത്തെ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുക. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ക്ലിങ് റാപ്പ് എടുത്ത് അത് റാപ്പ് ചെയ്ത് ഏകദേശം ഒരു 1 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്ത് വയ്ക്കും. പിന്നെ നമ്മൾ കേക്കിൻ്റെ മോൾ ഭാഗത്ത് ചെറിയ പൊന്തി നിൽക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് ഞാൻ ഇന്ന് കട്ട് ചെയ്യുന്നത് 2 ലെയറിലാണ്. നമുക്കിത് തന്നെ 3 ലെയറിൽ കട്ട് ചെയ്യാം, പക്ഷേ ഞാൻ ഇന്ന് 2 ലെയറിൽ കട്ട് ചെയ്യുന്നുള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നമുക്കടുത്ത ക്രീം ചെയ്യാനുള്ള നോക്കാം. ഞാൻ ഏകദേശം ഒരു 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തായിരുന്നു. ഫിയോണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1 കപ്പ് എടുത്തിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം നമ്മൾ മീഡിയം സ്പീഡിലും ലോ സ്പീഡിലും ഹൈ സ്പീഡിലും അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട്. ക്രീം വിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ലെയറായിട്ട് ഷുഗർ സിറപ്പ് നമ്മൾ ഒഴിച്ചിട്ട് ബാക്കി വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കോട്ട് ചെയ്യാണ്. ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ചു, അടുത്ത സെക്കൻഡ് ലെയർ വെച്ചു. നേരത്തെ പോലെ തന്നെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വീണ്ടും ഇട്ടിട്ട് അത് കോട്ട് ചെയ്യാണ്. ആദ്യം ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് വിപ്പിംഗ് ക്രീം തന്നെ കുറച്ച് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു പിങ്ക് ഷെയ്ഡ് ആഡ് ചെയ്തിട്ട് അത് കേക്കിന് കുറച്ചായിട്ട് നമ്മൾ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കോട്ട് ചെയ്തെടുക്കും. പിന്നീട് ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്ത് ആ ടോപ്പ് പോർഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറി ആയത് കാരണം ചെറുതും വലുതുമായിട്ടുള്ള ഷുഗർ ബീഡ്സ്, ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് 2 ഹാർട്ട് ഷേപ്പാക്കി പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹാപ്പി ആനിവേഴ്സറി എന്നുള്ള ഒരു ടോപ്പറും കൂടി വെച്ചു.
അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ എഗ്ലെസ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റ ബൈ.